പ്രീസ് ലോഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സലിവും ദയുള്ള ദൈവം തൻ്റെ സമാധാനവും സന്തോഷവും പ്രത്യാശയും ജീവനും വിശുദ്ധിയും സ്നേഹവും എല്ലാം ഓരോ ദിവസവും ധാരാളമായി നമ്മിൽ പകരുകയും നമ്മെ പുത്രനായ യേശുവിനെ പോലെ പണിതെടുക്കുകയും ചെയ്യുന്ന ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു പുതിയ ദിവസം കൂടി ദാനമായി നൽകി. ദൈവം ദാനമായി നൽകി ഈ ദിവസം ദൈവത്തോട് ചേർന്ന് നടക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ ഉള്ളതിലുണ്ടാകുകയും പാപവഴികളെ വിട്ടുതിരിയുവാനും ഉയരത്തിലുള്ള കാണുവാനും ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യുന്നതിനായിട്ടും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എന്നുള്ളത്. പലവിധമായിട്ടുള്ള അവസ്ഥകളിൽ കൂടിയൊക്കെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. ഒരു ദിവസം നല്ല സന്തോഷമാണെങ്കിൽ ചില ദിവസങ്ങളിൽ പലവിധമായ പ്രശ്നങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകും. പലപ്പോഴും പലവിധമായിട്ടുള്ള ആകുലങ്ങളും വിഷയങ്ങളൊക്കെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. കാരണം ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം തൻ്റെ മക്കളോട് കൂടെ വസിക്കണം എന്നുള്ളതാണ്. അത് ദൈവം തൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ തൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തോട് കൂടെ ദൈവം മനുഷ്യരോട് കൂടെ വസിക്കണമെന്നും അതിനായി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനായി ദൈവം ചെയ്ത രക്ഷാകരമായ പദ്ധതിയുടെ വിഭാവനം ദൈവം ഹൃദയത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ഓരോ വചനത്തിലും അത് കാണാനായിട്ട് സാധിക്കും. സമാഗമന കൂടാരമുണ്ടാക്കി തൻ്റെ മക്കളോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയിട്ട്, ഇസ്രായേൽ മക്കളോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ജെറുസലേം ദേവാലയം പണിയാൻ പറഞ്ഞു. അവിടെയും ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ഇസ്രായേൽ മക്കളോട് കൂടെ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിതൂണായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. തുടർന്ന് ദൈവം നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മോട് കൂടെ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിന്റെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ അറിവ് പലർക്കും ഇല്ല. മാത്രമല്ല ഈ അറിവിലേക്ക് വരുവാനും താല്പര്യമില്ല. കാരണം അങ്ങനെ വന്നാൽ തൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ നടക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് ഏറി പങ്കാളുകൾ ദൈവം നമ്മളിലല്ല വസിക്കുന്നത്, ദൈവം ഏതെങ്കിലും കൈപ്പണിയായ ആലയങ്ങളിലാണ് വസിക്കുന്നതെന്ന് ചിന്തിച്ച് അവിടെ പോയി സന്ദർശിച്ച് കുറേ തുട്ടുകൾ, നാണയത്തുട്ടുകൾ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കുന്നില്ല. ദൈവം ഒരു വിഗ്രഹത്തിൽ വസിക്കുന്നില്ല. ദൈവം ഒരു ഊമ വിഗ്രഹമല്ല. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ഒരു ഊമ വിഗ്രഹമല്ല ദൈവം. ദൈവം സകല ചരാചരത്തിൻ്റെ ഉടയവനാണ്. നമുക്ക് കണ്ണ് തന്നവന് കാണാതിരിക്കാൻ പറ്റുമോ? നമുക്ക് വായു തന്ന ദൈവത്തിന് സംസാരിക്കാതിരിക്കുവാൻ സാധിക്കുമോ? നമുക്ക് ചെവി തന്ന ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റുമോ? തീർച്ചയായും ഇത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഇത് മനസ്സിലാക്കാതെ നമ്മളുടെ ജാതി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പാരമ്പര്യങ്ങളിലും പിന്തുടരുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നാം നമ്മളുടെ നിത്യത നഷ്ടപ്പെടുത്തി കളയുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഹൃദയം കഠിനപ്പെടുത്താതെ ദൈവം എന്നോട് സംസാരിക്കണം, നിൻ്റെ ഹിതം എന്നോട് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചാൽ ദൈവം നമ്മോട് കൂടെ വസിച്ചുകൊണ്ട് നമ്മെ തന്നെ ദൈവത്തിൻ്റെ ആലയമാക്കി നിത്യ തേജസ്സിലേക്ക് നമ്മെ നടത്തും. അപ്പോൾ ദൈവഹൃദയത്തിൽ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മോട് കൂടെ വസിക്കണം. ഒരു ഭവനമായി ദൈവം അതിനെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി കഷ്ടതയും ദുഃഖവും മുറിവിളിയൊന്നുമില്ല. ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ ഒരുക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ ഈ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടായാൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന കാര്യമെന്ന് പറയുന്നത് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം അവൻ്റെ ഹൃദയത്തിൽ വരും. കാരണം ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവമാണ് എന്നെ വഴി നടത്തുന്നത്. കർത്താവിനോട് കൂടിയുണ്ട്. എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാനാണെന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ടാണ്. മാത്രമല്ല, യാതൊരു അനർത്ഥം നിനക്ക് വരത്തില്ല, യാതൊരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല, സകല വഴികളിലും ഞാൻ നിന്നെ കാക്കാൻ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട് എന്നുള്ള വചനങ്ങളൊക്കെ ആ വ്യക്തി ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ മക്കളോട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അത് നമ്മളോടും കൂടെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അവിടെ പറയാണ് 41 അധ്യായം 10 വാക്യത്തിൽ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് ഇതേ കാര്യം തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം അതിൻ്റെ അവസാന വാക്യത്തിൽ എന്തോ പറയുന്നത്, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്.
നീ ഭയപ്പെടേണ്ട. അപ്പോൾ നമ്മളോട് പറയാണ്, നമ്മൾ ഭയപ്പെടേണ്ട, കർത്താവാണ് നമ്മളോട് കൂടെയുള്ളത്. സകല ചരാചരത്തിൻ്റെ ഉടയവനായ ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ കൂടെയുണ്ട്. മാത്രമല്ല ദൈവം നമ്മൾ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, കാൺമീൻ നാം ദൈവമക്കൾ, ദൈവത്തിൻ്റെ മക്കൾ ആയ നമ്മളോട് കൂടെ ദൈവമുണ്ട്. ദൈവം എല്ലായ്പ്പോഴും നമ്മളോട് കൂടെയുണ്ട്. മാത്രമല്ല വചനത്തിൽ കൂടി നമ്മളോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ജീവിതത്തിൽ പലവിധമായ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, നിരാശ വരുമ്പോൾ, പലവിധമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പെട്ടെന്ന് ഭയം കയറി ഗ്രസിപ്പിക്കാറുണ്ട്. എന്നാൽ ആ ഭയം നമ്മളെ ദണ്ഡിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, കർത്താവ് നമ്മളോട് കൂടെയുള്ളത് കൊണ്ട് ഭയത്തിൻ്റെ ദണ്ഡനത്താലല്ല നമ്മൾ ജീവിക്കേണ്ടത്. ദൈവജനം നമ്മെ ഓർമ്മപ്പെടുത്തും, ഭയത്തിന് ദണ്ഡനമുണ്ട്, തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ദൈവവചനത്തിൽ കൂടി നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്, ആ വചനം നമ്മെ ഉറപ്പിക്കുകയും നമ്മളിലുള്ള ഭയമെല്ലാം നീങ്ങിപ്പോവുകയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നരുൾ ചെയ്ത വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി ആ വചനത്താൽ നാം ശക്തി പ്രാപിക്കാനിടയായിത്തീരും. തുറന്ന് പറയാം, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഭ്രമിക്കുകയാണ്. പെട്ടെന്ന് ഭ്രമിച്ചു പോകും. ഒരു സാഹചര്യം വരുമ്പോൾ, ആളുകൾ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തെങ്കിലും പറയുമ്പോൾ, അല്ലെങ്കിൽ ഭവനത്തിൽ, അല്ലെങ്കിൽ ഓരോ സാഹചര്യ നടുവിൽ നമ്മൾ നമ്മൾ ചിന്തിക്കാത്ത വിഷയങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴാണ് ഈ ഭ്രമം കയറി വരുന്നത്. പെട്ടെന്ന് ഭ്രമിച്ചു പോകുക. അവിടെ പറയണം, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. അപ്പോൾ കർത്താവ് നമ്മളെ വചനത്തിൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. അപ്പോൾ ഇത്രയും വലിയവനായ ദൈവമാണ് എന്നോട് കൂടെയുള്ളതെങ്കിൽ നമ്മൾക്ക് ഭ്രമത്തിൻ്റെ ആവശ്യമില്ല. ഈ കർത്താവ് സകലത്തിന് മതിയാണ്. ഏത് വിഷയത്തിൻ്റെ നടുവിൽ ഈ ദൈവം പ്രവർത്തിക്കാൻ മതിയായാണ്. തുറന്നു പറയും, ഞാൻ നിന്നെ ശക്തീകരിക്കും. അപ്പോൾ നമുക്ക് ബലമില്ലാതിരിക്കുമ്പോൾ, നമ്മൾ ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോൾ, എന്തായി തീരുമെന്ന് അറിയാതിരിക്കുമ്പോൾ, ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയൊരു കാര്യമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും. അപ്പോൾ ആ ശക്തി എങ്ങനെ വരുന്നത്? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതകളെ തികഞ്ഞു വരും. ദൈവം വരുന്ന കൃപ നമ്മുടെ ക്ഷീണങ്ങളെയും തളർച്ചകളെയും എല്ലാം എടുത്തു മാറ്റും. അപ്പോൾ ഇവിടെ പറയണം, ഞാൻ നിന്നെ ശക്തീകരിക്കും. തുറന്ന് പറയും, ഞാൻ നിന്നെ സഹായിക്കും. എന്നെ ആര് സഹായിക്കും? എൻ്റെ സഹായം എവിടെ നിന്ന് വരും എന്ന് നമ്മളുടെ മനസ്സ് പറയുമ്പോൾ, ആത്മാവിൽ ദൈവജനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും. ദൈവം പറയാണ്, ദൈവം നമ്മെ സഹായിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര വലിയ വിഷയത്തിൻ്റെ നടുവിലായാലും അതിൻ്റെ മുൻപിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാണ് ദൈവം. ഇല്ലാത്തതിനുള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്നവനാണ് ദൈവം. നമുക്ക് വേണ്ടി വഴികളെയും വാതിലുകളെയും തുറക്കുന്നവനാണ് ദൈവം. നമുക്ക് വേണ്ടി ഹൃദയങ്ങളെ അനുകൂലമാക്കുന്നവനാണ് ദൈവം. അപ്പോൾ ഇവിടെ പറയാണ്, ഞാൻ നിന്നെ സഹായിക്കും. വേറെ ആരും സഹായിച്ചില്ലെങ്കിലും നമ്മളുടെ സഹായങ്ങളൊക്കെ മാറിപ്പോകുമ്പോൾ, ആശ്രയങ്ങൾ മാറിപ്പോകുമ്പോൾ, ദൈവജനം നമ്മൾ ഓർമ്മപ്പെടുത്തൊരു കാര്യമാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലത്. കാരണം എന്തോ, കർത്താവ് നമ്മളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, വാക്ക് മാറത്തില്ല, നമ്മെ സഹായിക്കും, നമ്മെ ശക്തീകരിക്കും. തുടർന്ന് പറയാം, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ ദൈവം നീതിമാനാണ്. അപ്പോൾ നീതിയുള്ള ന്യായാധിപതിയാണ്. ആ ദൈവം നമ്മെ നീതിയുള്ള വലം കൈകൊണ്ട് നമ്മെ താങ്ങും. നമ്മൾ പലപ്പോഴും നീതി നഷ്ടപ്പെടുന്ന അവസ്ഥകൾ വരുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, നമ്മെക്കുറിച്ച് തിന്മ കളവായി പറയുമ്പോഴൊക്കെ നമ്മൾ ന്യായീകരിക്കാൻ പോവുകയല്ല വേണ്ടത്. കർത്താവ് പറയണ, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് പറഞ്ഞാൽ, ദൈവം അതെല്ലാം കാണുന്നു. ദൈവം നമ്മുടെ അവസ്ഥകളെ അറിയുന്നു, നമ്മുടെ ഹൃദയത്തിൻ്റെ ഗദ്ഗതങ്ങളെ, നെടുവീർപ്പുകളെ എല്ലാം അറിയുന്നു. പലപ്പോഴും നമ്മെ തന്നെ വെളിപ്പെടുത്തുവാൻ കഴിയാതെ ഇരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ ദൈവം അറിയും. ദൈവം പറയും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. തുറന്നു പറയാം, നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ദൈവം നമ്മുടെ വലം കൈ പിടിക്കുകയാണ്, വലം കൈ പിടിച്ച് നമ്മെ നടത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, ഭയപ്പെടേണ്ടെന്ന് പറയുന്നു, വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടാണ്ട് ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. അപ്പോൾ തുടർന്ന് പിന്നെയും പറയാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ കരുതും, ഞാൻ നിന്നെ വഴി നടത്തും, ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരുടെയെങ്കിലും ഉള്ളിൽ ഭയവും ഗ്രസിപ്പിക്കുന്നെങ്കിൽ, നാളെ എന്താവും എന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, മക്കളുടെ ഭാവി എന്തായി തീരുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, എല്ലാ ഭയങ്ങൾ മാറിപ്പോട്ടെ. നമ്മളെല്ലാ വിഷയങ്ങളും ദൈവകാരനിലേക്ക് കൊടുക്കാം, ദൈവവചനത്തെ മുറുകെ പിടിക്കാം, സ്വസ്ഥതയിലും സമാധാനത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാം. ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരുന്ന ഒരളവിലേക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സമാധാനത്തിലും സ്വസ്ഥതയിലും ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു. ഞങ്ങൾ പലവിധമായിട്ടുള്ള വിഷയങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ അടുക്കൽ വന്ന് ആശ്വാസപ്രദനായ അങ്ങ് ഞങ്ങൾ ആശ്വസിപ്പിക്കുകയും, ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു, കൃപകൾക്കായി നന്ദി പറയുന്നു കർത്താവെ. ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. അവരുള്ളിൽ ഭയമുണ്ടെങ്കിൽ,
ഭ്രമമുണ്ടെങ്കിൽ, ക്ഷീണമുണ്ടെങ്കിൽ, തളർച്ചയുണ്ടെങ്കിൽ എല്ലാം കർത്താവ് എടുത്തു മാറ്റണമേ. സമാധാനം കൊണ്ട്, സ്വസ്ഥത കൊണ്ട്, സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. ദുഷ്ടനയിലപ്പെടാതെ കാക്കണം. ആവശ്യങ്ങളിൽ ദൈവകരം കൂടിയിരിക്കണം കർത്താവെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.